പാത്രം കഴുകാൻ മെഷീനോ? കുറച്ച് നാൾ മുമ്പ് വരെ ഞാനും ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? അതൊക്കെ കുറച്ചൊരു ആർഭാടല്ലേ എന്നുള്ളത്. പക്ഷെ ആരോ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത്. ശരിയാണ്, എനിക്കിപ്പോൾ ഒരു ഹൗസ് ഹെൽപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോലിയും മോളുടെ കാര്യവും വീട്ടിലെ കാര്യവും പിന്നെ ഈ ഷൂട്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് സമയം വന്നപ്പോഴാണ് ഞാനും എന്നാലും ഒന്ന് ഡിഷ് വാഷർ വാങ്ങിച്ചാലോ എന്നുള്ളത് ആലോചിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഫൈനലി അത് ആവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. സാംസങ്ങിൻ്റെ ഡിഷ് വാഷറാണ് വാങ്ങിയത്. ഞാനിത് വാങ്ങിക്കാൻ പോകുന്നതൊക്കെയുള്ള ഷോർട്സൊക്കെ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യം ഞാനിപ്പോഴൊരു 2 ആഴ്ചക്ക് മുകളിലായി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ആലോചിച്ചത് ഓരോന്നിങ്ങനെ റിൻസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് പാത്രങ്ങൾ എടുത്തു വയ്ക്കാനായിട്ട്, ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ടല്ലോ, പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പം വലിയ സമയമൊന്നും ലാഭിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെൻറ്റാലിറ്റി കേട്ടോ. പക്ഷെ ഓരോ ദിവസവും ഞാനിങ്ങനെ വാഷ് ചെയ്ത് ആ ഒരു ഡിഷസൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അത്ര അധിക സമയമൊന്നും വേണ്ട നമുക്ക് ആ ഒരു ഡിഷൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു നാക്ക് ഉണ്ടല്ലോ, ആ ഒരു നാക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഈസി ആയിക്കോളും. ഇപ്പോഴും ഞാനിങ്ങനെ ഓരോന്നായിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ. എക്സ്പേർട്ട് ആയോ എന്ന് ചോദിച്ചാൽ എക്സ്പേർട്ട് ആയില്ല കേട്ടോ. അപ്പം എക്സ്പേർട്ട് ആവുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു റിവ്യൂ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം, മിക്ക വീടുകളുടെയും കിച്ചൺ വളരെ ചെറുതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കൺസേൺ ഈ ഒരു ഡിഷ് വാഷർ എങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു കിച്ചണിൽ കൊള്ളിക്കുന്നുള്ളതായിരുന്നു. ആവശ്യമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. സ്ഥലം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ ഒരു ഡിഷ് വാഷർ അത്യാവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഉള്ള സ്ഥലത്ത് നമ്മൾ ആ ഒരു ഡിഷ് വാഷർ അങ്ങ് വാങ്ങിച്ച് വെച്ച് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു റിൻസെയ്ഡ്, ഒരു ഡിഷ് വാഷർ സോൾട്ട്, ഒരു ഡിറ്റർജൻറ്റ് പൗഡർ, ഇത്രയും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഈ ഒരു റിൻസെയ്ഡും സോൾട്ടും നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മന്ത്ലി വൺസ് ഒക്കെ തീരുമ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഈ ഒരു ഡിറ്റർജൻറ്റ് പൗഡറാണ് നമുക്ക് എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം സമയമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം വർക്കിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ, സമയം തികയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, പാത്രം കഴുകാനൊക്കെ നമുക്ക് കൂടുതൽ സമയം പോവുകയാണെങ്കിൽ ഈ ഒരു ഡിഷ് വാഷർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ.